ഏറെ ആരാധ്യനായ നമ്മുടെ പ്രസിഡൻഷ്യൽ അഡ്രസ് കോളേജ് പ്രിൻസിപ്പൽ മിസ്റ്റർ റിയാസ് സാർ, അതുപോലെ തന്നെ ഇന്നിവിടെ വെൽക്കം സ്പീച്ച് ചെയ്തിട്ടുള്ള രഞ്ജിത മാം, ഫെസിലിറ്റേഷൻ സാവിത്രി, അതുപോലെ തന്നെ നമ്മുടെ കോളേജിന്റെ ചുണക്കുട്ടി അഭിനവ്. അതെന്താ നിങ്ങളൊരു സൗണ്ടിൽ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു? പോട്ടെ, ബാക്കി വരാൻ നോക്കി. വോട്ട് ഓഫ് താങ്ക്സ് പറയാനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിധി ദിലീപ് കുമാർ, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, അതോടൊപ്പം തന്നെ ഏറ്റവും സ്നേഹത്തോടെയും കരുതലോടെയും ഞാൻ നോക്കിക്കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ആദ്യം തന്നെ എന്നെ ഇതിവിടെ വിളിച്ചു വരുത്തിയത് ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യക്ഷത്തിൽ ഇവിടെ അങ്ങനെ ഒരു ഇക്വാലിറ്റി കൊടുത്തിട്ടില്ല എന്ന് എനിക്ക് ഈ മുൻനിരയിലിരിക്കുന്ന സീറ്റിൽ പെൺകുട്ടികളെയും ബാക്കിൽ ആൺകുട്ടികളെയും അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഞാൻ എന്ത് കാര്യവും ഞങ്ങൾ ചെയ്തതല്ല, അവരാ ചെയ്ത. ഞാൻ ഒരിക്കലും കോളേജ് അധികൃതരെയോ അതല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെയോ നെഗറ്റീവ് ആക്കിയിട്ട് പറഞ്ഞതേ അല്ല. നമ്മുടെ പ്രത്യക്ഷത്തിൽ എന്തൊക്കെ കാണുന്നോ അതിനെ അഡ്രസ് ചെയ്ത് നമ്മൾ സംസാരിക്കുക എന്നുള്ളത് ഏതൊരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോഴും നാം ചെയ്യേണ്ട മിനിമം മര്യാദയാണ്. അതുണ്ടാകുമ്പോൾ മാത്രമേ ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് അഡ്രസ് ചെയ്ത് സംസാരിക്കുവാനും അതിനൊരു റിസൾട്ട് ഉണ്ടാക്കുവാനും സാധ്യമാവുകയുള്ളൂ. നമുക്ക് അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും, ഒരു സ്ത്രീയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഒരു സ്ഥലത്തുണ്ടാകുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ്. ബാക്കിയുള്ള ഭാഗത്തേക്ക് നമ്മൾ നോക്കാതിരിക്കുക എന്നത് ശരിക്കും നമ്മുടെ മാനസിക നിലയിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ എന്നെ പോലൊരു സ്ത്രീക്ക് ഇവിടെ വന്ന് നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഏറ്റവും അധികം അഭിമാനം കൊള്ളേണ്ടതാണ്. എൻ്റെ വ്യക്തിത്വത്തിൽപ്പെട്ട കുറെ സ്ത്രീകളാണ് മുന്നിലിരിക്കുന്നത്. ഈ കോളേജ് ഭയങ്കര ഇതാണ്, അങ്ങനെയാണല്ലോ എനിക്ക് തോന്നേണ്ടത്. പക്ഷെ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന രണ്ടുപേരെ ഈക്വലായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഇത് അഡ്രസ് ചെയ്തോടെ സംസാരിച്ചത്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ലോകത്ത് നമ്മളിപ്പോ ഈ ഒരു ആധുനിക ലോകത്ത് പോലും ഇപ്പോഴും നമ്മളൊരു ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കേണ്ടതും ഇതുപോലൊരു വേദി ഉണ്ടാക്കേണ്ടി വരുന്നതും അതിൽ നമ്മളെപ്പോലുള്ള ആളുകൾ ഇരുന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കേണ്ടി വരിക എന്നുള്ളതും ഒരു ഇരുണ്ട കാലത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നതിന് തുല്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് എനിക്ക് വേണ്ട ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടാക്കിയെടുത്തത് എന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഒരിക്കലും എനിക്കൊരു പുറത്തുള്ള ഏടുകളിൽ നിന്നും പറിച്ച് സംസാരിക്കേണ്ട ഒരു കാര്യവും എൻ്റെ ലൈഫിലില്ല. ഏതൊരു ക്ലാസ് എടുക്കാൻ പറഞ്ഞാലും ഞാൻ അനുഭവിച്ചു വന്ന എൻ്റെ സാഹചര്യങ്ങളുണ്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ. അതോടൊപ്പം തന്നെ മറ്റു പല കാഴ്ചകളും ഉണ്ടായിരിക്കാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇന്ന് ഈ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ പടച്ചവനായിട്ട് പ്രപഞ്ച സൃഷ്ടി ആയ എന്നെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് എനിക്കും അതിയായ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് പോലെ തന്നെ ഞാനും ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ഒരേ വീട്ടിൽ ഒരേ ഉമ്മയ്ക്കും പാപ്പയ്ക്കും പിറന്ന ആണും പെണ്ണും തമ്മിൽ എന്താണ് പുറത്തേക്ക് വരുമ്പോഴും പൊതുസമൂഹത്തിലേക്ക് വരുമ്പോഴും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വരുമ്പോഴും ഒരു ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോഴും ഒരു വേർതിരിവുണ്ടാകുന്നത് എന്ന് എൻ്റെ ചെറുപ്പകാലം മുതലേ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ചിന്തകളാണ്. അതിനാദ്യം തുടക്കം കുറിച്ചത് എനിക്കിപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, 2ാം വയസ്സിലാണ് എനിക്ക് പോളിയോ ബാധിച്ചത്. ആ പോളിയോ ബാധിച്ച കാലമായി അന്നും ഇന്നും ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി ഞാൻ സഹിച്ചു പോന്ന, ഞാൻ പലയിടത്തു നിന്നും എന്നെ നിരുത്സാഹപ്പെടുത്തിയതും അതുപോലെ മാറ്റി നിർത്തപ്പെട്ടതുമായിട്ടുള്ള പല പല കാര്യങ്ങളുണ്ടായിട്ടും അതിനെ അതിജീവിച്ചു വന്നൊരു വ്യക്തിയാണ്. ഏറ്റവും